പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കൾക്കും ഞങ്ങൾ കിരാത സിനിമ ടീമിൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഞങ്ങളുടെ സിനിമ കിരാത ജനുവരി 23-ന് കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തുകയാണ്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവ കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് കിരാത. കിരാതയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ടാലന്റഡ് ആയിട്ടുള്ള ന്യൂ കമേഴ്സ്, പ്രത്യേകിച്ചും ഫാഷൻ ലോകത്തു നിന്നും മോഡലിംഗ് രംഗത്ത് നിന്നുമുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പുതുമുഖങ്ങൾ, അതോടൊപ്പം സീസൺഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഒരു മിക്സ്ചറാണ് ഈ സിനിമ. നമുക്കറിയാം, വളരെ പ്രശസ്തരായ എം.ആർ. ചേട്ടൻ, ഡോക്ടർ രജിത് കുമാർ, ചെമ്പിൽ അശോകൻ ചേട്ടൻ, ദിനേശ് പണിക്കരേട്ടൻ, രാജ്മോഹൻ ജി, അരിസ്റ്റോ സുരേഷ്, നീന കുറുപ്പ്, ഇന്റർവ്യൂവിൽ സീസൺഡ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള എം.ആർ. ഗോപകുമാർ ചേട്ടൻ, ചെമ്പിൽ അശോകൻ ചേട്ടൻ, ദിനേശ് പണിക്കരേട്ടൻ, ഡോക്ടർ രജിത് കുമാർ, രാജ്മോഹൻ ജി, അരിസ്റ്റോ സുരേഷ്, നീന കുറുപ്പ്, വൈഗ റോസ്, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ അണിനിരക്കുന്ന ഒരു ആക്ഷൻ ക്രൈം ത്രില്ലറാണ് കിരാത. ഞാൻ മൈക്ക് മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിന് മുമ്പ് ഞങ്ങളുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഏതൊരു പ്രോജക്റ്റിൻ്റെയും സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതിന് ഒരു ഇൻവെസ്റ്റർ എത്തുമ്പോഴാണ്. നമ്മുടെ ഇൻവെസ്റ്റർ എടത്തൊടി ഭാസ്കരൻ സാർ, അദ്ദേഹം ഒറ്റപ്പാലം സ്വദേശിയാണ്. പക്ഷെ കഴിഞ്ഞ 40 വർഷത്തിലേറെയായിട്ട് ഗൾഫ് ജീവിതം നയിക്കുന്നു, അവിടെ ജോലി ചെയ്യുന്നു. വളരെ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് എടത്തൊടി ഭാസ്കരൻ സാർ. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഞാൻ കാണുന്ന ഒരു ഹൈലൈറ്റ്, ഒരു PRO എന്ന നിലയിൽ ഞാൻ കാണുന്ന ഒരു ഹൈലൈറ്റ്, ഇതുപോലെയുള്ള പ്രൊഡ്യൂസേഴ്സിനെ മലയാള സിനിമയിൽ ആവശ്യമാണ്. നമ്മൾ അദ്ദേഹത്തെ സേഫ് ഗാർഡ് ചെയ്യണം. അങ്ങനെയുള്ള എടത്തൊടി ഭാസ്കരൻ സാർ, അദ്ദേഹത്തിൻ്റെ മിസ്സസ് ചന്ദ്രമതി മാഡം ഈ കമ്പനിയുടെ MD ആണ്. അതുപോലെ തന്നെ വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന നിരവധി വേഷങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ എം.ആർ. ഗോപകുമാർ ചേട്ടൻ, ബിഗ് ബോസ് എന്ന ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിലൂടെ അതിപ്രശസ്തനായി തീർന്ന് ഇപ്പോൾ നിരവധി ചെറുതും വലുതുമായ കഥാപാത്രങ്ങളിലൂടെ തൻ്റെതായ സ്ഥാനം ഉറപ്പിക്കാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഡോക്ടർ രജിത് കുമാർ, സംവിധായകൻ റോഷൻ കോന്നി. അദ്ദേഹം സംവിധാന ചുമതല മാത്രമല്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്, എഡിറ്റിംഗ്, DOP അങ്ങനെയുള്ള കാറ്റഗറീസ് ഒക്കെ തന്നെ അദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നേരത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞത്, വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന, സൂക്ഷ്മ നിരീക്ഷണമുള്ള, വിഷനുള്ള ഒരു സംവിധായകനാണെന്നാണ്. മലയാള സിനിമയുടെ ഭാഗതയും നിർണ്ണയിക്കുന്ന തരത്തിൽ റോഷൻ കോന്നി എന്ന സംവിധായകൻ വളരട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രോത്സാഹനം അദ്ദേഹത്തിന് ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ, നിരവധി സിനിമകൾക്ക് പിന്നിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന കലേഷ് കുമാർ ാണ്. സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് തുടി ഫിലിംസിന്റെ ബാനറിൽ ശ്രീ സുധൻ രാജ് വഴിക്കാണ്. സുധൻ രാജ് സംവിധായകനാണ്, നിർമ്മാതാവാണ്, നടനാണ്, നല്ലൊരു ഗായകൻ കൂടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്താ നേരത്തെ പറഞ്ഞു, നല്ല നെഗറ്റീവ് എനർജി. ഹലോ, എൻ്റെ പേര് ഇയാൻ റോഷൻ. ഞാൻ ഇതിനകത്ത് ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഞാൻ വരുന്നത് ഇതിൻ്റെ കോപ്പിയാണ്. ഹലോ, എൻ്റെ പേര് അത്യ അയ്യർ. ഞാൻ ആലുവ ഈ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണലി ചെറിയൊരു വേഷമൊന്നുമല്ല, ഈ സിനിമ നല്ല ഒരു നായികയാണ്. എന്താക്കി പറയുന്നത്,
ഞാൻ പറഞ്ഞില്ലേ, നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഈവൺ ഇഫക്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ആ മൈക്കിലേക്ക് അത് കയറി പ്രവാഹം ഇതുവരെയ്ക്കും തടസ്സമില്ലാത്തത് ഫൈനൽ എല്ലാവരെയും കൂടെ കിട്ടിയപ്പോൾ ഇത് നെഗറ്റീവ് എനർജി. കിരാതയുടെ പ്രൊഡക്ഷൻ മാനേജർ ബഷീർ സാർ. എന്തായാലും ഞാൻ മൈക്ക് പ്രൊഡ്യൂസർക്ക് കൊടുക്കുകയാണ്, അദ്ദേഹത്തിൽ നിന്നും പറയാം. എൻ്റെ വളരെ സുഹൃത്തായിരുന്നു, കൊല്ലം. അത് ഫേസ്ബുക്കിലൂടെയാണ്. ഫേസ്ബുക്കിൽ പല ചതികളും നമ്മൾ നേരിട്ട് അവര് അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ പെട്ട ഒരു സംഭവത്തിൽ അങ്ങേരുടെ പ്രേരണ കാരണം ഞാനൊരു ഈ ഷോർട്ട് ഫിലിം പറഞ്ഞ പോലെ ഇറക്കാനായിട്ട് തയ്യാറായി. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ ഞാൻ ഏറ്റെടുത്തു. രണ്ടുപേരും തമ്മിൽ പാതി ഷെയർ ചെയ്തിട്ട് ചെയ്യാന്ന് പറഞ്ഞത്. അയാൾ അവസാനം മുങ്ങി. അപ്പോൾ അങ്ങനെ ഇത് പിന്നെ ഈ കഥ മനസ്സിലാക്കിയപ്പോൾ അത് ഷോർട്ട് ഫിലിം ആയാൽ ശരിയാവില്ല, അത് സിനിമ തന്നെ ആക്കണം. അപ്പോൾ അത് ഒരുപാട് ചേഞ്ചസ് ചെയ്തു. സ്റ്റാർട്ടിങ് മുതലേ നമ്മളിങ്ങനെ ഓരോ റിവിഷൻ ചെയ്തിട്ട് 4 തവണ റീഷൂട്ട് ചെയ്തിട്ടാണ് അവസാനം ഇങ്ങനെ ഒരു നല്ലൊരു സംഭവത്തിൽ എത്തിയിരിക്കുന്നത്. ഈ പടത്തിൽ എല്ലാവിധ ഇൻഗ്രീഡിയൻസും ഉണ്ട്. പടം കിരാത എന്ന പേര് തന്നെ ഇൻ ദ ഡെഡ് ഓഫ് നൈറ്റിന്റെ ആണ്. രാത്രിയിലെ എന്തോ ഒരു ഭീകരത ആണ് ഈ പടത്തിന്റെ ടൈറ്റിൽ തന്നെ. അപ്പൊ ഇതൊന്നൊരു കൊന്നിയിൽ നടന്ന സംഭവത്തെ ആസ്പദമാക്കി ചെയ്ത ഇതാണ്. ഈവിൾ എഫക്ട്സ്, ബ്ലാക്ക് മാജിക്, ഈവിൾ സ്പിരിറ്റ്, ഇതൊക്കെ പുറത്തിണക്കി നല്ലൊരു കലാവിരുന്ന് ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ പടം